എക്സലിൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ഫോമുലകൾ ഉപയോഗിക്കാം, ഫങ്ഷൻസ് ഉപയോഗിക്കാം, പേസ്റ്റ് സ്പെഷ്യൽ എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ എല്ലാവർക്കും എല്ലാ മെത്തേഡുകളും അറിയണമെന്നില്ല. സോ എക്സലിൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന, അതായത് രണ്ടോ അതിലധികമോ സംഖ്യകളെ തമ്മിൽ ഗുണിച്ച് റിസൾട്ട് കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന പല മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും കമ്മീഷൻ പെർസെൻറ്റേജുമാണ് ഈ ടേബിളിലുള്ളത്. ഈ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് എക്സലിലെ മൾട്ടിപ്ലിക്കേഷൻ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം ഒരു കോളത്തിലെ എല്ലാ വാല്യൂസിനെയും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ക്വാണ്ടിറ്റി എന്ന കോളത്തിലെ എല്ലാ വാല്യൂസിനെയും 5 എന്ന സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി എന്ന കോളത്തിലെ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുന്നു. എക്സലിലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ആസ്റ്ററിസ്ക് സൈനാണ്. ആസ്റ്ററിസ്ക് ഈ സെല്ലിലെ സംഖ്യയെ 5 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിനുവേണ്ടി 5 എൻ്റർ. നോക്കുക, 10 മൾട്ടിപ്ലൈഡ് ബൈ 5 50. ഇനി ഈ സെല്ലിലെ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. സംഖ്യകളുടെ n% കണ്ടെത്താനായിട്ടും ഇതേ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രൈസ് എന്ന കോളത്തിലെ എല്ലാ സംഖ്യകളുടെയും 10% കണ്ടെത്താനായിട്ട് ഈക്വൽ പ്രൈസ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ആസ്റ്ററിസ്ക് ഈ സെല്ലിലുള്ള സംഖ്യയുടെ 10% ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി 10% സൈൻ ഉപയോഗിക്കുക, എൻ്റർ. നോക്കുക, 10,000ൻ്റെ 10% 1000. ഇനി ഈ സെല്ലിലെ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ സംഖ്യകളുടെ 17% ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഫോർമുല ബാറിൽ 10ന് പകരം 17, കൺട്രോൾ എൻ്റർ. നോക്കുക, ഈ കാണുന്ന ഓരോ സംഖ്യയുടെയും 17% വീതമാണ് ഈ കാണുന്നത്. ഇനി രണ്ട് കോളങ്ങളിലുള്ള വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ക്വാണ്ടിറ്റിയെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ആസ്റ്ററിസ്ക് പ്രൈസ് കൊടുത്തിട്ടുള്ള സെല്ല്, എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ എമൗണ്ടുകളുടെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഓൾട്ട് ഈക്വൽ എൻ്റർ. ഇനി ഒരു കോളത്തിലെ എല്ലാ സംഖ്യകളെയും മറ്റൊരു സെല്ലിൽ പറഞ്ഞിട്ടുള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന എല്ലാ തുകകളെയും ഈ സെല്ലിൽ കൊടുത്തിട്ടുള്ള 2 എന്ന സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ എമൗണ്ട് കൊടുത്തിട്ടുള്ള കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ആസ്റ്ററിസ്ക് എമൗണ്ടിനെ ഏത് സെല്ലിലെ സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ഇനി സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് കീബോർഡിലെ F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു. നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടു. അതായത് ഈ സെൽ റെഫറൻസ് അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഇനി ഈ തുകകളെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഈ സെല്ലിൽ 2ന് പകരം 5, എൻ്റർ. ഈ തുകകളുടെ n% കണ്ടെത്താനായിട്ടും ഇതേ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ എമൗണ്ട്സിൻ്റെ 12% കണ്ടെത്താനായിട്ട് ഈ സെല്ലിൽ 12%, എൻ്റർ. ഇനി 3 കോളങ്ങളിലുള്ള സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ക്വാണ്ടിറ്റി, പ്രൈസ്, കമ്മീഷൻ പെർസെൻറ്റേജ് എന്നിവ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി ആസ്റ്ററിസ്ക് പ്രൈസ് ആസ്റ്ററിസ്ക് കമ്മീഷൻ പെർസെൻറ്റേജ്, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യും. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള അല്ലെങ്കിൽ ഡേറ്റ റേഞ്ചുകളിലുള്ള സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് ഈക്വൽ പ്രോഡക്റ്റ് ഫംഗ്ഷൻ. ഏത് സെല്ലുകളിലുള്ള സംഖ്യകളെ തമ്മിലാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യും. പ്രോഡക്റ്റ് ഫംഗ്ഷനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു ഫംഗ്ഷനാണ് സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ. രണ്ടോ അതിലധികമോ ഡേറ്റ റേഞ്ചുകളിലുള്ള സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ കണ്ടെത്താനായിട്ടാണ് സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ക്വാണ്ടിറ്റി എന്ന കോളത്തിലുള്ള വാല്യൂസിനെ പ്രൈസ് എന്ന കോളത്തിലുള്ള വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ കണ്ടെത്താനായിട്ട് ഈക്വൽ സം പ്രോഡക്റ്റ്. സം പ്രോഡക്റ്റ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെന്റ് array 1, ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് array 2,
പ്രൈസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ. നോക്കുക, ക്വാണ്ടിറ്റി എന്ന കോളത്തിലെ വാല്യൂസിനെ പ്രൈസ് എന്ന കോളത്തിലെ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷമുള്ള ടോട്ടലാണ് ഈ കാണുന്നത്. ഇനി ഒരു ഡേറ്റ റേഞ്ചിലുള്ള എല്ലാ വാല്യൂസിനെയും ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റാറ്റിക് മെത്തേഡൂടെ നോക്കാം. ഈ കോളത്തിലെ എല്ലാ വാല്യൂസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ 2 എൻ്റർ ചെയ്യുക. ഇനി ഈ സെല്ല് കോപ്പി ചെയ്യുന്നു. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഇനി ഏത് സെല്ലുകളിലുള്ള വാല്യൂസിനെയാണോ ഈ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഡയലോഗ് ബോക്സിലെ ഓപ്പറേഷൻ എന്ന ഹെഡിങ്ങിന് താഴെ നിന്ന് മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ. നോക്കുക, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഖ്യകളും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു. എക്സലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഇനി പറയുന്ന മെത്തേഡ് കൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡൈനാമിക് അറേ ഫോർമുല സപ്പോർട്ട് ചെയ്യുന്ന എക്സലിൻ്റെ വേർഷനാണ് ലേറ്റസ്റ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമ്പോൾ എക്സലിലെ ഡൈനാമിക് അറേ ഫോർമുല എന്ന ഫീച്ചർ എങ്ങനെ പ്രയോജനപ്പെടുത്താം നോക്കുക. ക്വാണ്ടിറ്റി എന്ന കോളത്തിലെ എല്ലാ സംഖ്യകളെയും നമ്മൾക്ക് ആവശ്യമുള്ള മറ്റൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി എന്ന കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. ആസ്റ്ററിസ്ക്. ഇനി ഈ സംഖ്യകളെ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്യുക. എൻ്റർ. നോക്കുക, ഈ ഒരൊറ്റ സെല്ലിൽ മാത്രമാണ് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്തതെങ്കിലും താഴോട്ടുള്ള സെല്ലുകളും ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. 8 × 5 40, 7 × 5 35. ഇനി 2 കോളങ്ങളിലെ വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി എന്ന ആദ്യത്തെ കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. ആസ്റ്ററിസ്ക്. പ്രൈസ് എന്ന കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു. എൻ്റർ. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.